ഹലോ ഗൈസ്, ഇന്ന് രാവിലെ ചുമന്ന മീനാണ് കിട്ടിയിരുന്നത്. അപ്പം കുറച്ചെടുത്ത് കറിയും വെച്ച് കുറച്ച് പൊരിക്കാനും എടുത്തു. പൊരിക്കാനായിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ കരിവേപ്പിലയും കൂടി ഇട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് അതിലോട്ട് കുറച്ച് വെള്ളവും ചേർത്ത് അത് നല്ല പേസ്റ്റ് രൂപത്തിൽ മിക്സ് ചെയ്തെടുത്തു. പിന്നെ ചുമന്ന മീൻ വരിഞ്ഞ് വെച്ചത്, നമ്മളിവിടെ ചുമന്ന മീൻ എന്നാണ് പറയുന്നത്, നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. അത് വരിഞ്ഞ് ആ മസാല നല്ലപോലെ പിടിക്കാൻ വേണ്ടിയിട്ട് അത് പുരട്ടി വെച്ചു. മസാല തേച്ച് മാറ്റി വെച്ചിരുന്ന മീൻ അത്യാവശ്യം മസാലയൊക്കെ പിടിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് പൊരിക്കാൻ ഇടാം. ഇത് പൊരിച്ച് തന്നെ ആ ഒരു ചൂടോടുകൂടി തന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഉടച്ചേറി ഉണ്ടായിരുന്നു, പിന്നെ മോരേറി ഉണ്ടായിരുന്നു, പിന്നെ ചുമന്ന മീൻ പുളിമോളം വെച്ചതും പിന്നെ നമ്മൾ വറുത്ത മീനും കൂടെ ആയിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ. ഹലോ ഗൈസ്, ഇന്ന് രാവിലെ ചുമന്ന മീനാണ് കിട്ടിയിരുന്നത്. അപ്പം കുറച്ചെടുത്ത് കറിയും വെച്ച് കുറച്ച് പൊരിക്കാനും എടുത്തു. പൊരിക്കാനായിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ കരിവേപ്പിലയും കൂടി ഇട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് അതിലോട്ട് കുറച്ച് വെള്ളവും ചേർത്ത് അത് നല്ല പേസ്റ്റ് രൂപത്തിൽ മിക്സ് ചെയ്തെടുത്തു. പിന്നെ ചുമന്ന മീൻ വരിഞ്ഞ് വെച്ചത്, നമ്മളിവിടെ ചുമന്ന മീൻ എന്നാണ് പറയുന്നത്, നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. അത് വരിഞ്ഞ് ആ മസാല നല്ലപോലെ പിടിക്കാൻ വേണ്ടിയിട്ട് അത് പുരട്ടി വെച്ചു. മസാല തേച്ച് മാറ്റി വെച്ചിരുന്ന മീൻ അത്യാവശ്യം മസാലയൊക്കെ പിടിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് പൊരിക്കാൻ ഇടാം. ഇത് പൊരിച്ച് തന്നെ ആ ഒരു ചൂടോടുകൂടി തന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഉടച്ചേറി ഉണ്ടായിരുന്നു, പിന്നെ മോരേറി ഉണ്ടായിരുന്നു, പിന്നെ ചുമന്ന മീൻ പുളിമോളം വെച്ചതും പിന്നെ നമ്മൾ വറുത്ത മീനും കൂടെ ആയിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.